നമുക്കിന്ന് എയർ ഫ്രയറിൽ മുട്ടയൊന്നും ചേർക്കാത്ത ഡോനറ്റ് ഉണ്ടാക്കിയെടുക്കാവേ. അതിനായിട്ട് ഇളം ചൂടുള്ള പാലിലേക്ക് പഞ്ചസാര ഈസ്റ്റും ചേർത്ത് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് വരെ മാറ്റി വെച്ചു കേട്ടോ. ഇനി അതിലേക്ക് മൈദയും ആവശ്യത്തിന് ഉപ്പും 2 നുള്ളു കറുവപ്പട്ടയുടെ പൊടിയും മെൽറ്റഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു മണിക്കൂർ നേരത്തേക്ക് അങ്ങ് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഒരു ചപ്പാത്തി പലകയിലോട്ട് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുത്തിട്ട് ഒരല്പം കട്ടിയിലങ്ങ് പരത്തിയെടുക്കാം. പിന്നെ ഡോനറ്റ് കട്ടർ ഒന്നും ഇല്ലെന്ന് വെച്ച് വിഷമിക്കണ്ട കേട്ടോ. നമുക്കിതേ അടപ്പും പിന്നെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന അടപ്പ് പാത്രം ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിട്ട് ഡോനറ്റിനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി എയർ ഫ്രൈൻ്റെ ട്രേ ഒന്ന് നമ്മൾ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഡോനറ്റ് അങ്ങ് വെച്ച് കൊടുത്ത് അതിൻ്റെ പുറത്തും കുറച്ച് ബട്ടർ വെച്ച് കൊടുത്ത് എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 8 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോനറ്റാണ്. ഇനി കുറച്ച് ചോക്ലേറ്റിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാവേ. ഞാൻ പിന്നെ ഒരു ആഡംബരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സ്പ്രിങ്കിൾസ് ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഭംഗിയാക്കി എടുക്കാം കേട്ടോ. എൻ്റെ ഇരിക്കുന്ന സ്പ്രിങ്കിൾസ് എക്സ്പയറി ആയി പോയേ. ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമുക്കത് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. നമ്മൾ എടുത്ത ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് 6 ഡോനറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അളവുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.